നമസ്കാരം. കോവളം കൊട്ടാരം പോലുള്ള സുഗമമായ അധികാര കൈമാറ്റമാണ് ഹാരിസൺ ഭൂമിയുടെ കാര്യത്തിലും കേരളത്തിൽ നടക്കുന്നത്. കേരളത്തിന്റെ സ്വന്തമായിരുന്ന കോടികൾ വിലമതിക്കുന്ന കോവളം കൊട്ടാരം രവി പിള്ള പോലൊരു വ്യവസായിയുടെ കയ്യിൽ ഭദ്രമായി ഏൽപ്പിച്ച പിണറായി സർക്കാർ ഇപ്പോൾ ഹാരിസണിൽ നിന്ന് പിടിച്ചെടുത്ത 38,000 ഏക്കർ ഭൂമി ഹാരിസണിന്റെ കയ്യിൽ ഭദ്രമായി ഏൽപ്പിക്കാനുള്ള നീക്കങ്ങൾ നടത്തുകയാണ്. എല്ലാം ശരിയാക്കാൻ കോടതി വിധികൾ തന്നെ ആയുധവും ആധാരവുമാക്കുന്ന പിണറായി സർക്കാർ ഹാരിസൺ ഭൂമി ഹാരിസൺ നൽകാൻ ആയുധമാക്കുന്നതും രണ്ടും കോടതി വിധികളാണ്. കോവളം കൊട്ടാര പ്രശ്നത്തിലും ശബരിമല പ്രശ്നത്തിലും ആയുധമാക്കിയ കോടതി വിധി തന്നെയാണ് ഹാരിസൺ ഭൂമി ഹാരിസണ് കൈമാറാൻ ആയുധമാക്കുന്നതും. ഹാരിസൺ ഭൂമിയുടെ കാര്യത്തിൽ ഒട്ടനവധി വിധികൾ കേരള സർക്കാരിന് നേടി നൽകിയ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായ സുശീല ഭട്ടിനെ നീക്കിയാണ് ഹൈക്കോടതി വിധി സർക്കാർ ഹാരിസണ് അനുകൂലമാക്കിയിരിക്കുന്നത്. ഹൈക്കോടതി വിധിക്കെതിരെ സുപ്രീം കോടതിയിൽ പോയ സർക്കാർ ഭൂമി പ്രശ്നത്തിൽ അവിടെയും തോറ്റു. സർക്കാർ ആഗ്രഹിച്ച പോലെ ഹാരിസൺ കേസിൽ വാദം കേൾക്കാൻ അനുവദിക്കാതെയാണ് ജസ്റ്റിസ് റോഹിൻടൺ ബി നരിമാൻ അധ്യക്ഷനായ സുപ്രീം കോടതി സർക്കാർ അപ്പീൽ തള്ളിയത്. ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ റിവ്യൂ പെറ്റീഷന് പോവുകയോ ദേവസ്വം ബോർഡിനെ അതിന് അനുവദിക്കുകയോ ചെയ്യാത്ത സർക്കാർ ഹാരിസൺ കേസിലും റിവ്യൂ പെറ്റീഷന് ഇതുവരെ തയ്യാറായിട്ടില്ല. വിവരാവകാശ നിയമപ്രകാരം ഹാരിസൺ കേസിൽ വിശദാംശങ്ങൾ തേടിയപ്പോൾ സർക്കാർ നൽകിയ മറുപടിയിൽ തന്നെ കള്ളക്കളികൾ ഒളിഞ്ഞിരിക്കുന്നു. റിവ്യൂ പെറ്റീഷൻ കാര്യത്തിൽ അഡ്വക്കേറ്റ് ജനറലിന്റെയും നിയമവകുപ്പിന്റെയും നിയമോപദേശവും തേടിയിട്ടുണ്ട് എന്നു മാത്രമാണ് കഴിഞ്ഞ 15 നൽകിയ വിവരാവകാശ മറുപടിയിൽ സർക്കാർ വ്യക്തമാക്കുന്നത്. റവന്യൂ വകുപ്പിന് ഹാരിസൺ ഭൂമി കഴിയും വേഗം തിരികെ പിടിക്കണമെന്നുണ്ടെങ്കിലും മുഖ്യമന്ത്രിക്ക് അത്തരം നിർബന്ധമില്ല എന്നത് വ്യക്തമാണ്. മന്ത്രി AK ബാലന് കീഴിലുള്ള നിയമവകുപ്പിനും നിയമ സെക്രട്ടറിക്കും ഒരു നിർബന്ധവുമില്ല. റവന്യൂ മന്ത്രിയും റവന്യൂ വകുപ്പും എന്തും ചെയ്യും. റവന്യൂ സെക്രട്ടറി PH കുര്യനും ഈ നിർബന്ധമില്ല എന്ന് എടുത്തു പറയേണ്ട കാര്യമാണ്. ഇവിടെ നിസ്സഹായനാകുന്നത് റവന്യൂ മന്ത്രി മാത്രം, ഒപ്പം സംസ്ഥാനവും. സർക്കാർ കളിക്കുന്ന എല്ലാ കളികളും കൈവിട്ട കളികളാണ്. ഈ കളികളിൽ കോവളം കൊട്ടാരം, ശബരിമല, ഹാരിസൺ ഭൂമി പ്രശ്നം തുടങ്ങി ഒട്ടനവധി കാര്യങ്ങൾ അടങ്ങിയിരിക്കുന്നു. ഈ കളികളിൽ ഒന്നും തന്നെ ഇടതുമുന്നണി മുന്നോട്ട് വയ്ക്കുന്ന CPM മുന്നോട്ട് വയ്ക്കുന്ന ഇടതു ധാർമ്മികതയുടെ ഒരംശം പോലും ഇല്ലെന്നും എടുത്തു പറയേണ്ട കാര്യമായി നിലനിൽക്കുന്നു. ഇടതു സർക്കാർ വരും, എല്ലാം ശരിയാകും. കഴിഞ്ഞ UDF സർക്കാരിന്റെ അവസാന കാലത്ത് ഇടതുമുന്നണിയുടെ ഏറ്റവും ശക്തമായ മുദ്രാവാക്യം ഇതായിരുന്നു. സോളാർ അഴിമതിയും അതോടനുബന്ധിച്ച് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ളവർക്കെതിരെ ഉയർന്ന ലൈംഗിക അപവാദങ്ങളും ധനമന്ത്രി KM മാണിക്കെതിരെ ഉയർന്ന ബാർക്കോഴയും കാരണം എങ്ങനെയെങ്കിലും ഈ UDF സർക്കാർ ഇറങ്ങിയാൽ മതിയെന്നു ജനം ആഗ്രഹിച്ചു. ആ ആഗ്രഹത്തിന് എതിരു പകർന്ന മുദ്രാവാക്യമായിരുന്നു ഇടതു സർക്കാർ വരും, എല്ലാം ശരിയാകും എന്നത്. 2 വർഷം ഇടതു സർക്കാർ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ അധികാരമേൽക്കുകയും ചെയ്തു. ശബരിമലയിലെ ആചാരാനുഷ്ഠാനങ്ങൾ തച്ചുടയ്ക്കാൻ സുപ്രീം കോടതി വിധി ആയുധമാക്കിയ സർക്കാർ ഇത്തവണ ഹാരിസൺ ഭൂമി നൽകാനും ആധാരമാക്കുന്നത് കോടതി വിധികളാണ്. 1 ഹൈക്കോടതി വിധി, 2 സുപ്രീം കോടതി വിധി. ശബരിമല തകർക്കാൻ സുപ്രീം കോടതി വിധിയെ സർക്കാർ കൂട്ടുപിടിച്ചപ്പോൾ ഹാരിസൺ ഭൂമി കേസിൽ ഈ കോടതി വിധികൾ സർക്കാരിന്റെ കയ്യിലുള്ള ആയുധമാണ്. ഹാരിസൺ ഭൂമി ഹാരിസണിന് വിട്ടുകൊടുക്കാൻ ഹൈക്കോടതി സുപ്രീം കോടതി വിധികളുണ്ട്. അതുകൊണ്ട് ഭൂമി ഹാരിസണ് വിട്ടുകൊടുക്കാൻ യാതൊരു തടസ്സവുമില്ല. കോവളം കൊട്ടാരം, ഹാരിസൺ, ശബരിമല ഈ വിവാദ കേസുകളിൽ ഇടതു സർക്കാർ ചുവടുകൾ മുഴുവൻ ഇടതു സർക്കാരിനു ചേർന്ന വിധമായിരുന്നില്ല. ഇടതു ധാർമ്മികത എന്ന് തിരഞ്ഞെടുപ്പുകളിൽ പോലും മുഴക്കാൻ കഴിയാത്ത വിധം ഇടതു ധാർമ്മികതയെ പിണറായി സർക്കാർ തകർത്തു തരിപ്പണമാക്കിയിരിക്കുന്നു. വ്യവസായ മന്ത്രിയായുള്ള EP ജയരാജന്റെ തിരിച്ചുവരവ്, ഹണി ട്രാപ്പിൽ കുടുങ്ങിയ മന്ത്രി AK ശശീന്ദ്രന്റെ തിരിച്ചുവരവ്, അഗ്നിശുദ്ധി വരുത്തിയാണോ ഇരു മന്ത്രിമാരും തിരിച്ചു വന്നത് എന്ന ചോദ്യത്തിനും ഉത്തരം ലഭിക്കില്ല. ഇതേ രീതിയിൽ കൂടി തന്നെയാണ് ഹാരിസണിൽ നിന്നും തിരികെ പിടിച്ച ഭൂമി ഹാരിസണ് തിരികെ നൽകാനും ഇടതു സർക്കാർ ശ്രമം നടത്തുന്നത്. ന്യൂസ് ഡെസ്ക്, മറുനാടൻ TV.